അതെ SN ഹോസ്പിറ്റല്. അതെ നഴ്സ് ശൈലജനെ ഒന്ന് കണക്ട് ചെയ്ത് തരുമോ? ഹോൾഡ് ചെയ്യാം. ഹസ്ബൻഡാണ്. എടി അതെ ഒരു ഗൗരവമുള്ളൊരു കാര്യം പറയാനാണ്. നമ്മുടെ നന്ദൂട്ടനുണ്ടല്ലോ, ഒരു 2 ദിവസമായിട്ട് അവൻ ഒന്നും കഴിക്കണമില്ല, ഒരു മുണ്ടാട്ടവും ഇല്ല, എന്തോ ഒരു വയ്യായിക പോലെയാണേ. ഞാൻ അവന് ഇഷ്ടമുള്ള സാധനം നൂഡിൽസും അവന് അത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ഒരു വകയും കഴിക്കണില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു 2 ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോര്. എടി അങ്ങ് അവിടെ ഇനി കോട്ടയത്ത് വരെ ഞാൻ ഈ ആശുപത്രി അവിടെ കൊണ്ടുവരണ്ട, നമുക്ക് ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം. ഞാനൊന്ന് അങ്ങനെ നോക്കാം. ഇനി ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. നമ്മൾ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരല്ലേ രഘു വന്നേക്കണേ. ഞാൻ വിളിക്കാം. എന്തായാലും കരിക്ക് കിട്ടാൻ വഴിയുണ്ടോ? കരിക്ക് പുറകെ വശത്തുണ്ട്, പക്ഷെ കുത്തി കിട്ടണം. ആണല്ലേ? എന്തേ കരിക്കിൻ്റെ ആവശ്യം? മോന് തീരെ വയ്യാന്ന്. എന്ത് പറ്റി? ക്ഷീണമാണ്, ഒരേ ക്ഷീണം. പക്ഷെ എന്താ അറിയോ, നമ്മൾ വിഷമിക്കേണ്ട വിചാരിച്ചിട്ടേക്ക് ഇതൊന്നും കാണിക്കില്ല, ചിരിച്ച് കാണിക്കുക മോനെ. അതെ, അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. എൻ്റെ രഘു, ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. സ്കൂൾ വിട്ട് വന്നാൽ നേരെ പട്ടിക്കൂടിൻ്റെ അടുത്ത് പോകും, സന്ധ്യ ആവണവരെ അവിടെ നിൽക്കും. അവന് ഒരു വക കഴിക്കില്ല. ഇവിടെ പട്ടിക്കൂടല്ല, അവിടെ കോഴിക്കോടിൻ്റെ അടുത്താ ഫുൾ ടൈം. അതെ. അപ്പം എനിക്കൊരു സംശയമുണ്ട്, ഇനി ഈ മൃഗങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും അസുഖങ്ങൾ പിള്ളേർക്ക് പിടിച്ചിട്ടുണ്ടോ? അല്ല, ഈ കോഴിക്കൂടുന്ന ഇപ്പോൾ കോഴി വസന്ത, ഇതിപ്പോൾ പട്ടിക്കൂടുന്ന പട്ടി വസന്ത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല എന്താണെന്നുള്ളത്. നിനക്കറിയാലോ, തള്ള അവിടെ കോട്ടയത്ത് ഹോസ്പിറ്റലാണ്, അവളെ ആഴ്ചയിൽ ഒരിക്കലാണ് പറഞ്ഞത്. അവൻ്റെ എല്ലാ കാര്യവും ഞാനാണ് നോക്കണത്. ഇപ്പം ഭക്ഷണം എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്തെന്ന് അറിയാമോ, ഒരു വകയും കഴിക്കണില്ല, കുടിക്കണമില്ല. എന്നെ അച്ചാന്ന് വിളിച്ചോണ്ടിരുന്ന ചെക്കൻ ഇപ്പം ഒന്നും മിണ്ടണില്ലടാ. എന്തപ്പം നമ്മൾ ചെയ്യപ്പോ? അതെ, ഞാൻ വൈഫിനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടറുണ്ട് ശീതളൻ എന്ന് പറഞ്ഞിട്ട്, ആ ഡോക്ടർ ഒന്നുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ആണോ? എന്നാ ഞാനുണ്ട്. എന്നാല് താര് കാര്യം ചെയ്യും, കരിക്ക് കുത്തിയിട്ടിട്ട് 2 ഇവിടത്തേക്ക് കൂടെ കുത്തിയിട്ടോ, എന്നിട്ട് അതുകൊണ്ട് ചെക്കന് കൊടുക്ക്. ഞാനിത് അവനെ എന്തെങ്കിലും കുടിപ്പിച്ചിട്ട് റെഡി ആകുമ്പോൾ ഞാൻ വിളിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡോക്ടറെ എടുത്തോളൂ. ഞാൻ അവനെ കൂട്ടി എങ്ങനെയാലും അത് നീ അവിടെ ഉണ്ട്, തെങ്ങിന്റെ അവിടെ അടുത്തുണ്ട്. ആണല്ലേ? നന്ദൂട്ടാ, എന്താ പറ്റി? അത് എപ്പോഴും ഇങ്ങനെ ഒരു കിറിങ്ങിയ പോലെ ഇരിക്കലും അസ്ഥാനത്തുള്ള ചിരിയും എന്തോ ഒരു മാറ്റമുണ്ട്. വെള്ളടിക്കലില്ല? നേരത്തെ കഴിക്കുമായിരുന്നു, പെട്ടെന്ന് നിർത്തി. പെട്ടെന്ന് നിർത്തിയാൽ അങ്ങനെ വരും ആയിരിക്കും. അതാണ് അതിൻ്റെതാണ്. നമസ്കാരം. ഞങ്ങള് എത്ര പേരുണ്ട്? 6 ആളുണ്ട്. ഊണ് കഴിച്ചോ? അവര് ഊണ് കഴിച്ചോന്ന് അറിയില്ല സാർ. അവരല്ല, താൻ ഊണ് കഴിച്ചോ? ഞാൻ ഊണ് കഴിച്ചു. ലിസ്റ്റ് പ്രകാരം വിളിക്കൂ. നന്ദു, മോനെ നന്ദു, വാ മോനെ, വാ.
ഒരാളെ വന്നോളൂ, എല്ലാവരും കൂടെ അങ്ങോട്ടാ. അല്ല അത് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞോളാം, കുട്ടികൾക്ക് രണ്ടുപേർക്കും വയ്യായികയുണ്ട്, അതുകൊണ്ടാ. ഒരേ സൂക്കടാണ്. അതെയാ? പറയാം, ഞാൻ ഡോക്ടറോട് പറയാം. ഉണ്ടല്ലേ എന്ത് പോയിട്ട് ഡോക്ടറെ കാണാനാണ് മിണ്ടാതിരിക്കും. ഇതെന്താ എല്ലാവരും കൂടി? ആർക്കും അസുഖം? അസുഖം കുട്ടികൾക്കാണ് ഡോക്ടറെ. ഒരേ സൂക്കടാ രണ്ടാക്കും. ഇതെന്റെ മോനാണ്, ആ, ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ്. കുട്ടികൾക്ക് ഒരു 2-3 ദിവസമായിട്ട് ഒന്നും കഴിക്കണില്ല, ആ, ഒന്നും മിണ്ടണില്ല, ക്ഷീണം, ഒരു തളർച്ചയും. ആ. രണ്ടാളും സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഈ മോനാണെങ്കിൽ വീട്ടിലെ പട്ടിക്കൂടുണ്ട്, സ്കൂളിൽ നിന്ന് നേരെ വന്ന ബാഗ് അവിടെ കൊണ്ടുവച്ചിട്ട് പട്ടിയെ നോക്കി ഇങ്ങനെ സന്ധ്യയാണ് അവർ നിൽക്കും. ഇവൻ കോഴിക്കോടിന്റെ അവിടെയാണ്. ഈ മോൻ കോഴിക്കോടിൻ്റെ അവിടെ പോയി നിൽക്കുന്നു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ. ചിരിക്കാണ്, ചിരി കുറച്ച് കൂടുതലാണ് സാർ. പിന്നെ ഡോക്ടറെ ഇവനാണെങ്കിൽ തലവേദന ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഈ ടാബ്ലറ്റ് ഡോക്ടറെ കാണിച്ച് വാങ്ങിയതാണോ? ഇവരും ഏതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തലവേദന പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ച് കഴിച്ചതാണ് ഡോക്ടർ. അതൊക്കെ വലിയ അപകടമാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുട്ടികളല്ല സാർ, അവർക്ക് അത് അറിയാം. കാണിക്കും. ഇത്തരം ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാലേ ചിരിക്കുക മാത്രമല്ല പലതും ചെയ്യും. നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്നായി വേദനാ സംഹാരികൾ വിൽപ്പന നടത്തിയ മെഡിക്കൽ ഷോപ്പിന്റെ ലൈസൻസ് റദ്ദാക്കി. മെഡിക്കൽ ഷോപ്പ് ഉടമ പ്യാരിജാതൻ, ഇടനിലക്കാരൻ ഉണ്ണി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശീതളം നൽകിയ പരാതിയിന്മേലാണ് നടപടികളുണ്ടായത്. ഡോക്ടർ ഇപ്പോൾ നമ്മോടുകൂടെ സ്റ്റുഡിയോയിലുണ്ട്. സർ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പുതുതലമുറയുടെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് വളരെ വേദനിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ വിലവർധനവിനെ തുടർന്ന് ഇപ്പോൾ ഈ വേദന സംഹാരികൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഈ മയക്കുമരുന്നിന് പകരം ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്യാൻസർ രോഗികൾക്ക് ഉപയോഗിക്കുന്ന ചില വേദന സംഹാരികളാണ് കുട്ടികൾ ഏറ്റവും, അത് ആൺകുട്ടികളെന്നില്ല, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഭാഗമായിട്ട് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു. അതിന് കൂട്ടായിട്ട് ഈ മെഡിക്കൽ ഷോപ്പ് ഉടമകളും ബന്ധപ്പെട്ട ചില ഏജൻസീസും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥ. ഇത് വരും തലമുറയിൽ നമുക്ക് വളരെ ലെജൻഡുകളായിട്ട് നമ്മുടെ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്നിന് അടിമകളായി തീരുന്നത്.